താഴെ വീണ മാല എടുത്തിട്ട് സുജാത പറയുകയാണ്, താലിമാല പൊട്ടി താഴെ വീണല്ലോ. അന്നേരം ജയന്തി പറയുന്നു, ആപത്ത്. ദൈവം ആപത്ത് വരാൻ പോകുന്ന കാര്യം നേരിട്ട് കാണിച്ചു തരികയാണ്. ഈ വീട്ടിലെ ഏതോ ഒരാളുടെ താലി അഴിയാൻ പോകുന്നു. വെറുതെ ആവശ്യമില്ലാത്തത് പറയരുതെന്ന് സുജാത പറയുമ്പോൾ ജയന്തി ദേഷ്യപ്പെടുകയാണ്. നീ വായടക്കടി. കൺമുന്നിൽ കണ്ട കാഴ്ച വിളിച്ചു പറഞ്ഞപ്പോൾ അത് ആവശ്യമില്ലാത്തതായി പോയോ? വീണ്ടും ജയന്തി പറയുകയാണ്, ഇവിടെ ആരോ ഒരാൾ വിധവയാകാൻ പോകുന്നു. വെറുതെ അങ്ങനെ താലിമാല പൊട്ടി വീഴില്ല. അത് പൊട്ടി വീണാൽ അതിന്റെ ലക്ഷണം ഇത് തന്നെയാണ്. ആരുടെയോ ഒരാളുടെ ഭർത്താവ് മരിക്കും. വീണ്ടും സുജാത പറയുകയാണ്, ആവശ്യമില്ലാത്തത് പറഞ്ഞ മനുഷ്യനെ പേടിപ്പിക്കരുത്. ജയന്തി പറയുകയാണ്, അതിന് നീ എന്നോട് ദേഷ്യപ്പെടുന്നത് എന്തിനാണ്? ഞാനൊരു സൂചന തന്നേ അല്ലേ ഉള്ളൂ. ആരുടെ ഭർത്താവാണ് മരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഏതൊരു ജോത്സ്യനോട് ചോദിച്ചാലും ഇത് തന്നെ പറയുകയുള്ളൂ. ആ പേട്ട് ഗുരുജിയെങ്ങാനും ഇത് കണ്ടോണ്ട് വന്നിരുന്നെങ്കിൽ മൊത്തം ഭർത്താക്കന്മാർക്കും മരണം പ്രവചിച്ചേനെ. സമുദ്രപൂജ ചെയ്യാനും ഉപദേശിക്കും. പിന്നെ എല്ലാത്തിനെയും കടലിൽ ചാടിക്കും. സുജാത പറയുകയാണ്, താലിമാലയുടെ കൊളുത്തു മുറുക്കിയിട്ട് നീ ഹോസ്പിറ്റലിൽ പോകാൻ നോക്ക് കല്യാണി. ഇതൊന്നും കേൾക്കാൻ നീ നിൽക്കേണ്ട. അന്നേരം ജയന്തി പറയുകയാണ്, നിന്റെ താലിമാല പൊട്ടി വീണാൽ നിനക്ക് തന്നെ അത് ഫലിക്കണമെന്നില്ല. ചിലപ്പോൾ എല്ലാം കൂടി ഫലിക്കാൻ പോകുന്നത് അഖിലാന്റിക്കായിരിക്കും. അത് കേട്ട് വന്ന് അമ്പരക്കുകയാണ് കല്യാണി. നോക്കി ദഹിപ്പിക്കേണ്ട, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു എന്ന് മാത്രം എന്ന് പറയുകയാണ് ജയന്തി. സുജാത വീണ്ടും പറയുകയാണ്, നീ വേഗം പോകാൻ നോക്ക് കല്യാണി. അപ്പോൾ ജയന്തി പറയുകയാണ്, അതെ അതെ, വേഗം ചെല്ലാൻ നോക്ക്. ചിലപ്പോൾ ഇത് ശിവരാമനങ്കിളിന്റെ അവസാനത്തെ ആഹാരമാണെങ്കിലോ? അത് കേട്ട് ദേഷ്യപ്പെട്ട് കല്യാണി പെട്ടെന്ന് ജയന്തിയെ ആഞ്ഞടിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇത് ഞാൻ കരുതി വച്ചിരുന്നതാണ്. ഇനി അനാവശ്യം പറയാൻ ഈ നാവ് പൊങ്ങിയാൽ അത് പിഴുതെടുത്ത് ഞാൻ റോഡിലെറിയും. അടികൊണ്ട് കരഞ്ഞുകൊണ്ട് ജയന്തി ചെല്ലുന്നത് വിലാസിനിയുടെ അടുത്തേക്കാണ്. ജയന്തിയെ കണ്ടപ്പോൾ വിലാസിനി പറയുകയാണ്, എടീ, ഞാൻ നിന്നെ കാത്ത് എത്ര നേരമായി ഇവിടെ ഇരിക്കുന്നു. നീ ഇത് എവിടെ പോയി കിടക്കുമായിരുന്നു? ഒന്നും പറയണ്ട ആന്റി, ഞാനൊന്ന് കിച്ചൺ വരെ പോയതാണ്. ഓ, ഒരു കിച്ചൺ? കുറുക്കൻ കോഴിക്കൂട്ടിൽ കിടന്ന് കറങ്ങുന്നത് പോലെ ഏതു നേരവും കിച്ചണിൽ കിടന്ന് കറങ്ങിക്കോളും അവൾ. പിന്നെ എനിക്ക് വിശക്കൂലേ? വിലാസിനി പറയാണ്, ഓ, ഭക്ഷണം കഴിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? കാര്യത്തിൽ മാത്രം എനിക്കൊരു പരിധിയും ഇല്ല. ഒരു കാര്യം പറഞ്ഞേക്കാം, മനുഷ്യന്റെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടരുത്. ഞാൻ ഇടപെട്ടോണ്ട എനിക്കിപ്പോൾ കിട്ടിയത്. നിനക്ക് എന്ത് കിട്ടിയെന്നാ? ഒരു ചെറിയൊരു സമ്മാനം കിട്ടിയെന്നോ? എന്തിന്? അപ്പോൾ ജയന്തി പറയുകയാണ്, ഒരു പ്രവചനം നടത്തിയതിനാണ്. നീ എന്തായി പറയുന്നത്? ഒന്ന് തെളിച്ച് പറയാമോ? എന്റെ ആന്റി, ഞാൻ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ അമ്മായിയപ്പനുള്ള ആഹാരവുമായി കല്യാണി ആശുപത്രിയിലേക്ക് പോകാൻ ഇറങ്ങുന്നു. പെട്ടെന്ന് അവളുടെ താലിമാല പൊട്ടി നിലത്ത് വീണു. അതിന്റെ ലക്ഷണം ഞാൻ വിശദീകരിച്ചു. പിന്നീട് അടുക്കളയിൽ നടന്ന കാര്യങ്ങളൊക്കെ വിലാസിനിയോട് വിവരിക്കുകയാണ് ജയന്തി. അത് കേട്ട് വിലാസിനി ചാടി എഴുന്നേറ്റ് ചോദിക്കുകയാണ്, അവള് നിന്നെ അടിക്കാനും മാത്രം വളർന്നോ? ഇപ്പൊ ചോദിച്ചിട്ട് തന്നെ കാര്യം, നീ ഇങ്ങോട്ട് വന്നേ. ഇപ്പോൾ അങ്ങോട്ട് പോകണ്ട ആന്റി, അവൾ ആശുപത്രിയിൽ പോയിട്ടുണ്ടാകും. എങ്കിൽ തൽക്കാലം പോട്ടെ എന്ന് പറയുകയാണ് വിലാസിനി. ഇഷ്ടപ്പെട്ടതൊക്കെ ഞാൻ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചു തരാമെന്ന് വിലാസിനി പറയുന്നു. അപ്പോൾ സന്തോഷത്തോടുകൂടി ജയന്തി ചോദിക്കുകയാണ്, ആഹാ, നേരോ? നേരെന്ന് പറയുമ്പോൾ വീണ്ടും ജയന്തി പറയുകയാണ്, ഇതാണ് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്റെ വിലാസിനി ആന്റി എത്ര നല്ലവളാണെന്ന്. അയ്യോ, പുകഴ്ത്തലൊന്നും വേണ്ട, എല്ലാം ഞാൻ വാങ്ങിച്ചു തരാം. പക്ഷേ ഒരു കാര്യം നമുക്കിവിടെ നടപ്പിലാക്കണം. അത് നീ വിചാരിച്ചാലേ നടക്കൂ. ഭക്ഷണം കിട്ടുമെങ്കിൽ എന്ത് ക്രൂരകൃത്യം ചെയ്യാനും ഞാൻ തയ്യാറാണ്. തയ്യാറല്ലേ? അതെ, 100 വട്ടം തയ്യാർ. ഇത് പ്രിയങ്ക ഏൽപ്പിച്ച ദൗത്യമാണ്. ആണോ? എങ്കിൽ അത് ഒരിക്കലും നല്ല കാര്യം ആയിരിക്കില്ലല്ലോ. ആന്റി എന്ന് പറയുമ്പോൾ വിലാസിനി കാര്യം പറയുകയാണ്. അന്നേരം ജയന്തി പറയുന്നു, ഇത് നിസ്സാരമായിട്ട് നടപ്പിലാക്കാം. ഞാൻ ഏറ്റു, ഈസി അല്ലേ? ഓൾഡ് ഈസ് ഗോൾഡ്. ഈസ് ഗോൾഡോ എന്ന് മനസ്സിലാവാതെ ചോദിക്കുകയാണ് വിലാസിനി. അന്നേരം ജയന്തി പറയുന്നു, മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന്. ശരിയെന്ന് പറഞ്ഞിട്ട് വിലാസിനി പറയുകയാണ്, വേഗം നീ ചെന്ന് നന്ദന താഴേക്ക് ഇറങ്ങാൻ പ്ലാൻ ഉണ്ടോ എന്ന് നോക്ക്. ആന്റി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് ജയന്തി. പിന്നീട് കാണിക്കുന്നത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന നന്ദനയാണ്. അന്നേരം നന്ദനയുടെ അടുത്തേക്ക് വന്ന് നാരായണൻ പറയുകയാണ്, മോളെ നന്ദന. ഇതെല്ലാം വാതിൽക്കൽ നിന്ന് ജയന്തി ശ്രദ്ധിക്കുന്നുണ്ട്. നാരായണൻ ചോദിക്കുകയാണ്, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഒന്നുമില്ല അച്ഛാ, ഞാൻ തല്ലിയതങ്ങ് മറന്നേക്ക്. മറ്റുള്ളവരെ പോലെ എന്റെ മകൾ ആകരുത്. അച്ഛൻ അത്രേ ആഗ്രഹിച്ചുള്ളൂ. അതിൽ എനിക്ക് വിഷമമൊന്നും ഇല്ല അച്ഛാ. ഓട്ടെ, ഞാനിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് ശിവരാമകൃഷ്ണനെ കാണാൻ പോവുകയാണ്. നീ വരുന്നോ? ഞാനും വരുന്നുണ്ടച്ചാ എന്ന് പറയുകയാണ് നന്ദന. എന്നാൽ വേഗം തയ്യാറായിക്കോ. ഇതെല്ലാം കേട്ടിട്ട് ജയന്തി വന്ന് വിലാസിനിയോട് പറയുകയാണ്, ആന്റി, അവളും അവളെ അച്ഛനും കൂടി ഹോസ്പിറ്റലിൽ പോകാൻ തയ്യാറാകുന്നുണ്ട്. ഇപ്പോൾ ഇറങ്ങും, എങ്കിൽ വേഗം വാ എന്നും പറഞ്ഞ് വിലാസിൻ ജയന്തിയും കൂട്ടി പോവുകയാണ്. വിലാസിനിയും ജയന്തിയും കൂടി താഴെ വന്ന് ഡൈനിങ് ടേബിളിന്റെ അടുത്തെത്തിയതിനു ശേഷം പറയുകയാണ്, എല്ലാവരും ഹോസ്പിറ്റലിലാണ്. ഈ തക്കം നോക്കി നമുക്കത് ചെയ്യണം. കുഞ്ഞു വീണ് അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് അതോടെ തീരണം. പറയാണ്, സംസാരിച്ചിരിക്കാൻ സമയമില്ല, അവരിപ്പോൾ വരും, വേഗം വാ. അതിനുശേഷം അടുക്കളയിൽ പോയി വെളിച്ചെണ്ണ അന്വേഷിക്കുകയാണ് രണ്ടുപേരും. വെളിച്ചെണ്ണ എടുത്ത് കാര്യം പറയുന്നതൊക്കെ സുജാത കാണുന്നുണ്ട്. ജയന്തിയോട് വിലാസിനി പറയുകയാണ്, നേരെ ഇത് കൊണ്ടു ചെന്ന് സ്റ്റെയർ കേസിൽ അവർ വരുന്ന ഭാഗത്ത് തന്നെ ഒഴിക്കണം. ഇത് കേട്ട് ജയന്തിയുടെയും വിലാസിനിയും അടുക്കളയിലേക്ക് ചെല്ലുകയാണ് സുജാത. പെട്ടെന്ന് വിലാസിനി സുജാതയോട് പറയുകയാണ്, നീ ഇതൊന്നും കണ്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. മഹാപാപം ചെയ്യരുത് മാഡം, മിണ്ടരുത്. ആരോടെങ്കിലും ഇത് പറഞ്ഞു പോയാൽ നിന്റെ കഥ ഞാൻ തീർക്കും. കേട്ടോടി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് ജയന്തിയും വിലാസിനിയും. അതിനുശേഷം ജയന്തി സ്റ്റെയറിൽ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. അതിനുശേഷം മാറി നിന്ന് ജയന്തിയും വിലാസിനിയും നന്ദന താഴേക്ക് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചു നിൽക്കുകയാണ്.
പക്ഷെ ആദ്യം വരുന്നത് നാരായണനാണ്. പിറകെ വരുന്ന നന്ദനയ്ക്ക് ഒരു ഫോൺ വരികയാണ്. നാരായണൻ വീഴുന്നത് കണ്ട് നന്ദനയും ഓടി വരികയാണ്. പെട്ടെന്ന് നാരായണൻ പറയുകയാണ്, മോളെ താഴേക്ക് വരരുത്, ഇവിടെ ആരോ വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് ജയന്തിയും വിലാസിനെയും കൂടി ഓടി അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താ എന്താ സംഭവിച്ചത്? എഴുന്നേറ്റ നാരായണൻ പെട്ടെന്ന് ജയന്തിയെ അടിക്കുകയാണ്. നാരായണൻ പറയുകയാണ്, എനിക്കറിയാമായിരുന്നു ഈ വീട്ടിൽ ഇതുപോലെ കുറെ ചതിപ്രയോഗങ്ങൾ ഉണ്ടാകുമെന്ന്. എന്തുപറ്റി നാരായണേട്ടാന്ന് ചോദിക്കുകയാണ് വിലാസിനെ. ഈ ചതിക്ക് പിന്നിൽ നിങ്ങളാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. നാരായണേട്ടാന്ന് വിലാസിനെ വിളിക്കുമ്പോൾ നാരായണൻ പറയുകയാണ്, വേണ്ട, വിശദീകരണമൊന്നും വേണ്ട. അതിനുള്ള പ്രതിവിധി എന്റെ കയ്യിലുണ്ട്. അത് ഞാൻ നടപ്പിലാക്കി കാണിച്ചു തരാം. നന്ദനയോട് പറയുകയാണ്, മോളെ നീ തിരിച്ച് മുറിയിലേക്ക് പോക്കോ. എന്തായാലും ഇന്നിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോണ്ട. ഇനി മുതൽ നീ സൂക്ഷിക്കണം. ദേ, ഇവരൊക്കെ പതിയിരുന്ന് ആക്രമിക്കുന്നവരാണ്. അതിനുശേഷം സുജാതയെ വിളിച്ചു പറയുകയാണ്, ഈ സ്റ്റെയർ കേസ് ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്ക്. ശേഷം നന്ദന മുകളിലേക്ക് പോവുകയാണ്. അന്നേരം ജയന്തി പറയുകയാണ്, അങ്ങനെ സ്വന്തം ഗോൾ പോസ്റ്റിലേക്ക് പന്തടിച്ചു വിട്ട ഗതിയായി അല്ലേ എനിക്ക്. പിന്നീട് കാണിക്കുന്നത് മുറ്റത്ത് നിൽക്കുന്ന നന്ദനയാണ്. അന്നേരം നന്ദനയുടെ അടുത്തേക്ക് വിലാസിനിയും ജയന്തിയും വരികയാണ്. കുറച്ച് മാറി നിന്ന ശേഷം വിലാസിനി ജയന്തിയോട് പറയുകയാണ്, അവൾ എന്തോ സീരിയസ് ആയ ആലോചനയിലാണ്. ഒട്ടും അമാന്തിക്കേണ്ട, ഇപ്പോൾ നല്ല സമയമാണ്. നീ ചെന്ന് ഞാൻ പറഞ്ഞതുപോലെയൊക്കെ അവളോട് പറയ്. ഞാൻ പറഞ്ഞാൽ ഏക്കുമോന്ന എന്റെ സംശയമെന്ന് ജയന്തി പറയുകയാണ്. നീ പറഞ്ഞാലേ എന്തെങ്കിലുമൊക്കെ നടക്കൂ. എന്നെ അവൾ കാണുന്നത് ചുടലേക്ഷിയായിട്ടാണ്. പോയി പറയാമല്ലേന്ന് ജയന്തി ചോദിക്കുമ്പോൾ വിലാസിനി പറയുകയാണ്, വേഗം പോയി പറയ്. ഹോട്ടലിൽ നിന്ന് ഞാൻ വല്ലതും വരുത്തി തരണമെങ്കിൽ മതി. ഒന്ന് പോ ആന്റി, ഇതെന്റെ ഒരു ദൗർബല്യമാണ്, അതാണ് എന്നെ തകർക്കുന്നത്. വേഗം ചെല്ല് പോടിയെന്നും പറഞ്ഞ് ജയന്തിയെ പറഞ്ഞു വിടുകയാണ് വിലാസിനി. ജയന്തി നന്ദനയെ അടുത്ത് ചെന്ന് ഹായ് ഒക്കെ പറയുകയാണ്. പക്ഷെ നന്ദന മൈൻഡ് ചെയ്യുന്നില്ല. വീണ്ടും ജയന്തി വിളിക്കുകയാണ്, നന്ദന എന്താന്ന് ചോദിക്കുമ്പോൾ ജയന്തി പറയുകയാണ്, എനിക്ക് മാപ്പ് തരണമെന്ന് തൊഴുതുകൊണ്ട് പറയുന്നു. ഏതു മാപ്പാണ്? ഇന്ത്യയുടെയോ ചൈനയുടെയോ അതോ പാകിസ്ഥാന്റെയോ? അയ്യോ, ആ മാപ്പല്ല, ക്ഷമിച്ചു എന്നൊരു വാക്ക്. അതെങ്കിലും നന്ദന പറയണം. എന്തിനെന്ന് ചോദിക്കുകയാണ് നന്ദന. അത് ഞാൻ ചെയ്തതല്ല, എന്നെ കൊണ്ട് മറ്റൊരാൾ ചെയ്യിപ്പിച്ചതാണ്. എന്തെന്ന് ചോദിക്കുമ്പോൾ ജയന്തി പറയുകയാണ്, സ്റ്റെയർ കേസിൽ എണ്ണ ഒഴിച്ച് നന്ദനയെയും നന്ദനയുടെ കുഞ്ഞു ബേബിയെയും നശിപ്പിക്കാൻ മറ്റൊരാൾ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അന്നേരം നന്ദന പറയുകയാണ്, ആ മറ്റൊരാളെ എനിക്കറിയാം, വിലാസിനി ആന്റിയല്ലേ. അയ്യോ, ആ പഞ്ചഭാവത്തിനെ സംശയിക്കല്ലേ. കാര്യം അവര് വിളഞ്ഞ വിത്തൊക്കെ തന്നെയാണ്, പച്ചവെള്ളത്തിൽ വരെ ആണിയടിച്ച് കയറ്റും. പക്ഷെ ഈ കാര്യത്തിൽ വിലാസിനി ആന്റി നിരപരാധിയാണ്. നന്ദനയോട് ഈ ക്രൂരകൃത്യം ചെയ്തറിഞ്ഞ് വിലാസിനി ആന്റി എന്റെ ഈ 2 ചെകിട്ടത്തും ഓരോ പൂശി. അതെപ്പോ എന്ന് അവിടെ നിന്ന് ആലോചിക്കുകയാണ് വിലാസിനി. വീണ്ടും ജയന്തി പറയുകയാണ്, നന്ദനയുടെ അച്ഛൻ നടുവിടിച്ച് വീഴുന്നത് കണ്ടിട്ട് വിലാസിനി ആന്റി ജീവച്ഛവം പോലെയായി. എന്ത് ശവമെന്ന് നന്ദന ചോദിക്കുമ്പോൾ ജയന്തി പറയാണ്, ജീവച്ഛവം. അപ്പോൾ നന്ദന ചോദിക്കുകയാണ്, പിന്നെ ആര് പറഞ്ഞിട്ടാണ് ഈ 4-ാം കട വെളിച്ചെണ്ണ പരിപാടി ഒരുക്കിയത്? അത് ഒരാൾ പറഞ്ഞിട്ടാണ്. ആ ഒരാൾ ആരാന്ന് ചോദിക്കുകയാണ് നന്ദന. അത് തൃച്ചംബരത്ത് ജനിക്കുന്ന ആദ്യത്തെ കുട്ടി ആനന്ദേട്ടന്റേതാകണമെന്നും അതുകൊണ്ട് നന്ദനയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കണമെന്നും ഒരാൾ എന്നോട് പറഞ്ഞു. ആ ഒരാളെ എന്തിനാണ് മാറ്റി നിർത്തുന്നത്? അയാളുടെ പേര് പറയുക. അതോ അയാൾക്ക് പേരില്ലേ? ആ പേര് പറയുമ്പോഴേ നന്ദന പൊട്ടിത്തെറിക്കരുത്. കോപം കൊണ്ട് ജ്വലിക്കുകയും ചെയ്യരുത്. അവളെ കൊല്ലുകയും അരുത്. കല്യാണി പറഞ്ഞിട്ടാണ് ഞാനത് ചെയ്തത്. പക്ഷെ ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ നിൽക്കുകയാണ് നന്ദന. നന്ദന ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടിട്ട് ജയന്തി ചോദിക്കുകയാണ്, പൊട്ടിത്തെറിക്കുന്നില്ലേ? അപ്പോൾ നന്ദന പറയുന്നു, പൊട്ടിത്തെറിക്കാൻ തോന്നുന്നില്ല. കോപം കൊണ്ട് ജ്വലിക്കുന്നുമില്ലേ? ജ്വലിക്കാനുള്ള തീ അത്ര പോരാ. പക്ഷെ ജയന്തിക്കുള്ളത് ഞാൻ തരാം. എനിക്ക് കുഴിമന്തി മതിയെന്ന് ജയന്തി പറയുകയാണ്. അതൊക്കെ ശരിയാക്കി തരാം, എന്റെ കൈ മതിയെന്നും പറഞ്ഞ് നന്ദന വീണ്ടും ജയന്തിയെ അടിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇത് പാവം കല്യാണിക്കെതിരെ ഏഷ്ണി പറഞ്ഞതിന് എന്റെ വക ഒരു പാരിതോഷികം. കുറച്ചു നേരം കൂടി നിന്നാൽ ഒരു പാരിതോഷികം കൂടി തരാം. അതെന്ത് പാരിതോഷികം എന്ന് ചോദിക്കുമ്പോൾ നന്ദന പറയുകയാണ്, അരവിന്ദിന്റെ വക. അത് കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കും. അയ്യോ വേണ്ട, ഇതുകൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടോളാം. അത്യാഗ്രഹം പാടില്ലല്ലോ, കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവൂ എന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത്. അതും കൂടി താങ്ങാനുള്ള ശേഷി എനിക്കില്ല. എന്നാ പിന്നെ ഞാൻ പൊക്കോട്ടെ, ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞ് കവളം തടവി അവിടെ നിന്നും പോവുകയാണ് ജയന്തി. വെയിൽ ഒളിച്ചു നിൽക്കുന്ന വിലാസിനെയും പോര് എന്നും പറഞ്ഞ് അകത്തേക്ക് കൂട്ടിപ്പോവുകയാണ് ജയന്തി. അതിനുശേഷം കാണിക്കുന്നത് പൂജാമുറിയിൽ പ്രാർത്ഥിക്കുന്ന കല്യാണിയെയാണ്. എന്റെ ദൈവങ്ങളെ, ശിവരാമ സാറിന് ഒരാപത്തം വരുത്തരുതേ. ഇപ്പോഴുണ്ടായ അസുഖം എത്രയും പെട്ടെന്ന് മാറണം. ഒരു കുഴപ്പവും വരുത്തരുത്, ഞങ്ങളെ പരീക്ഷിക്കരുതേ. സർവേശ്വര ഭഗവാന് അദ്ദേഹത്തിന് ഒരാപത്തം വരുത്തരുതേ. ഒരു വാക്കുകൊണ്ട് പോലും ആരെയും ദ്രോഹിക്കാത്ത ആളാണ് അദ്ദേഹം. എത്രയും പെട്ടെന്ന് അസുഖം ഭേദമാക്കണേ. പിന്നീട് കാണിക്കുന്നത് നന്ദനയും നാരായണനും ഹാളിൽ നിൽക്കുകയാണ്. അന്നേരം അവിടേക്ക് ഹോസ്പിറ്റലിൽ നിന്നും ശിവരാമകൃഷ്ണനെയും കൂട്ടി ആനന്ദും അരവിന്ദും അഖിലാണ്ടേശ്വരിയും എത്തുകയാണ്. ദാ അവരെത്തിയല്ലോ എന്ന് നാരായണൻ പറയുകയാണ്. അച്ഛാ അവിടെ ഇരിക്കെന്നും പറഞ്ഞ് അരവിന്ദ് ശിവരാമകൃഷ്ണനെ സെറ്റിയിൽ ഇരുത്തുകയാണ്. അതേസമയം ഗേറ്റ് കടന്ന് തൃച്ചംബരത്തേക്ക് വരികയാണ് ഇളയച്ചൻ. നാരായണൻ ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട്? ഓ, എനിക്കൊന്നുമില്ല, വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാൻ. ഇത് വല്ല ഗ്യാസോ മറ്റോ ആയിരിക്കും. നാരായണൻ പറയുകയാണ്, സത്യം പറഞ്ഞാൽ ഞാനങ്ങ് പേടിച്ചുപോയി. 2 അറ്റാക്ക് കഴിഞ്ഞ ആളല്ലേ, അത്ര പെട്ടെന്നൊന്നും എന്നെ അങ്ങ് വിളിക്കില്ല നാരായണ എന്ന് ചിരിച്ചുകൊണ്ട് പറയുകയാണ് ശിവരാമകൃഷ്ണൻ.
മനസ്സ് വേദനിച്ചപ്പോൾ അതൊരു സൂചന തന്നു, അത്രയുള്ളൂ. പെട്ടെന്ന് വാതിൽക്കലെത്തി ഇളയച്ചൻ ഇത് കേട്ട് പറയണം, അല്ല അങ്ങനെയല്ല, ഇത് മരണസൂചനയാണ്. ഇത് കേട്ട് എല്ലാവരും പെട്ടെന്ന് പുറത്തേക്ക് നോക്കിയാണ്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക.